എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 29-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ത്വം കാലനേമി മധമാലിമുഖാൻ ജഗന്ധ ശക്രോ ജഘാന ബലിജംബവലാൻ സപാകാൻ ശുഷ്കാർദ്രദുഷ്കരവധേ നമുചൗചലൂനേ ഭേനേന നാരദഗിരാനിരുണോരണം തം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ത്വം അങ്ങ്, കാലനേമിം അധ, അധ എന്ന് പറഞ്ഞാൽ പിന്നെ, കാലനേമിം കാലനേമിയെയും, മാലിമുഖാൻ ജഗന്ധ മാലി മുതലായവരെയും, ശക്രോ ശക്രൻ, ആരശക്രൻ? ദേവേന്ദ്രൻ, ജഘാന സംഹരിച്ചു, ആരെയൊക്കെ? ബലി, ജാംബവലാൻ, സപാകാൻ, അതായത് മഹാബലി, ജംഭൻ, വലൻ, പാകൻ എന്നിവരെ. ശുഷ്കാർദ്ര ദുഷ്കരവധേ, ഉണങ്ങിയതുകൊണ്ടോ നനഞ്ഞതുകൊണ്ടോ കൊല്ലാൻ കഴിയാത്ത നമുജിയെയാകട്ടെ, അതാണ് നമുചൗച എന്ന് പറഞ്ഞത്. ലൂനേ ഭേനേന, നുരക്കട്ട കൊണ്ട് കൊന്നു. നാരദഗിര, നാരദൻ്റെ വാക്കിലൂടെ. നെരുണോ രണം തം, ആ യുദ്ധത്തെ അങ്ങ് നിരോധിക്കുകയും ചെയ്തു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണ? ഭഗവാൻ കാലനേമി, മാലി എന്നീ അസുരപ്രമാണികളെ നിഗ്രഹിച്ചു. പാകൻ, ബലി, ജംബൻ, വലൻ എന്നിവരെ ഇന്ദ്രനും കൊന്നു. ഉണങ്ങിയതോ നനഞ്ഞതോ ആയ വസ്തു കൊണ്ടു വധിക്കാൻ കഴിയാത്ത നമുജി എന്നു പേരായ അസുരനെ അങ്ങ് വെള്ളത്തിലെ നുര കൊണ്ട് വധിച്ചു. പിന്നീട് അങ്ങ് നാരദോപദേശമനുസരിച്ച് യുദ്ധം നിർത്തുകയും ചെയ്തു. എന്തേ നാരദൻ വന്ന് യുദ്ധം നിർത്താൻ പറയാൻ? ബ്രഹ്മാവ് പറഞ്ഞയച്ചതായിരുന്നു നാരദരെ. കാരണം അല്ലെങ്കിൽ അസുരവംശത്തിന് ഉന്മൂലനാശം വന്നാലോ എന്ന് വിചാരിച്ചു. ഇനി ഈ മോഹിനി രൂപത്തെ പറ്റി കേട്ട മഹാദേവൻ അതൊന്ന് കാണണം എന്ന് പറയാ. ആ ഭാഗമാണ് അടുത്ത 3 ശ്ലോകങ്ങളിൽ വരുന്നത്. ഹരേ കൃഷ്ണ.